വെറും 9 വർഷങ്ങൾ. അത് 900 കൊല്ലങ്ങൾക്കിപ്പുറവും നമ്മൾ ഓർത്തോർത്ത് വാഴ്ത്തിപ്പാടുമ്പോൾ എത്രമാത്രം മനോഹരമായിരിക്കണം അവരുടെ ആ പ്രണയം. ആകെ ഉണ്ടായിരുന്ന പടയങ്കി വിറ്റ പണം മഹറായി നൽകി ഈന്തപ്പന ഓലയിൽ തീർത്ത മണിയറയിലേക്ക് ആ രാജകുമാരിയുമായി വരുമ്പോൾ അവരോളം മനോഹരമായ മറ്റൊന്നും ആ മരുഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. മണൽക്കാട്ടിലെ കുടിലിനേക്കാളും മനോഹരമായ മറ്റൊന്ന് ആ രാജകുമാരിക്ക് ആഗ്രഹിക്കാമായിരുന്നില്ലേ? സമ്പന്നരായ ഒരുപാടധികം ആളുകൾ വന്നപ്പോൾ എന്തിനാണ് ഈ ദരിദ്ര മണവാട്ടിയായത്? ഒരുപക്ഷെ അതിനുള്ള ഉത്തരമായിരിക്കാം, അടുക്കോളമല്ല ഒരിക്കോളമാണ് പ്രണയിക്കേണ്ടതെന്ന് പഠിപ്പിച്ച അലി ഫാത്തിമ. ഉള്ളത് പകത്തും പങ്കുവെച്ചും, പങ്കുവച്ചത് അതിദരിദ്രരായ മനുഷ്യർക്ക് ദാനം ചെയ്തും അലിയും ഫാത്തിമയും തങ്ങളുടെ ജീവിതം അടയാളപ്പെടുത്തി. സൂപ്പർ കൊട്ടാരത്തിൻ്റെ വാതിലൊറ്റയ്ക്ക് പിഴുതെടുത്ത അലിയുടെ തോളലിന് ഫാത്തിമയുടെ മയ്യത്ത് കട്ടിലിൻ്റെ ഭാരം താങ്ങാനായില്ല. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് ആരുടെ മണ്ണിലേക്ക് വെക്കുമ്പോൾ അലിയാർ തങ്ങൾ പടച്ചോനോട് ചെറുത് പറയുന്നുണ്ട്, നാഥാ, നിങ്ങൾ ഫാത്തിമയെ കൊണ്ടുപോയി ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അലിയാറെ മാത്രം ബാക്കി വെച്ച് ഫാത്തിമയെ കൊണ്ടുപോകുമ്പോൾ എനിക്കത് താങ്ങാനാവുന്നില്ല കേട്ടോ എന്ന്. അത്രമാത്രം പ്രണയമായിരുന്നു അവർക്ക് പരസ്പരം. ഫാത്തിമയുടെ ഭംഗി അലിയോളം മറ്റൊരാളും കണ്ടിരുന്നില്ല. അലിയുടെ മനസ്സ് ഫാത്തിമയോളം മറ്റൊരാളും തൊട്ടിട്ടുമില്ല.